ദിലീപ് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെ കോടതി വെറുതെ വിടുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ദിലീപിനെതിരെ തെളിവുകൾ കൃത്യമായി കോടതിയിൽ എത്തിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല, ഗൂഢാലോചനയ്ക്ക് തെളിവുകളില്ല എന്നുള്ളത് ഒരുപക്ഷെ പി.സി. ജോർജ് തുടക്കം മുതൽ ദിലീപിന് അനുകൂലമായി പറയുന്ന ഒരാളാണ്. ഒരുപക്ഷെ ഈ കാര്യങ്ങൾ ദിലീപിന് അനുകൂലമായി പറയുന്നവരൊക്കെ ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. പക്ഷെ കോടതിയെ പോലും ചിലർ, ഈ ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവർ കോടതിയെ പോലും പൊതുസമൂഹത്തിന് മുന്നിൽ തെറ്റായി കാണിക്കുന്ന ഒരു രീതി, അത് വളരെ അപകടം പിടിച്ച ഒന്നല്ലേ? ഒരു MLA ആയിരുന്ന, ഒരുപാട് വർഷം രാഷ്ട്രീയ ജീവിതം നയിച്ച് ഇപ്പോഴും രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന പി.സി. ജോർജിന് എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? അതായത് ഇന്ത്യൻ ജുഡീഷ്യറിക്ക് അപമാനകരമായ പരാമർശങ്ങളാണ് ആ നടിയും നടിയോട് ബന്ധപ്പെട്ട ആളുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു വിധിയിൽ തെറ്റുണ്ടല്ലോ, എന്റെ നിയമം എന്താ, തെറ്റുണ്ടെന്ന് ഞാൻ കരുതിയാൽ ഞാൻ ചെയ്യേണ്ടത് അതിൽ അപ്പീൽ കോടതിയെ സമീപിക്കുക എന്നാണ് ഇതിന്റെ മര്യാദ. ഇവിടെ അതല്ല. ജനങ്ങളിടയിലേക്ക് ഇങ്ങനെ വൃത്തികേട് പറഞ്ഞ് ഒരുത്തനെ പ്രതിയാക്കി അങ്ങ് കുറ്റക്കാരനാക്കി അങ്ങ് മാറ്റുന്ന ഈ നാണംകെട്ട പ്രക്രിയ ഇന്ത്യൻ ജനാധിപത്യത്തിന് തന്നെ അപമാനം. ഇന്ത്യയില് ഈ ഒരു കേസല്ല വേറെ കേസിനെ കാണില്ല. ഇത് ഒരു നടി ബലാത്സംഗം ചെയ്യപ്പെട്ടെന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. തെറ്റ് തന്നെ, എന്നാ സംശയം? തെറ്റ് തന്നെ. അവർ ശിക്ഷിക്കപ്പെടണം. നീതിന്യായ കോടതിയുടെ മുമ്പിൽ വിസ്താരം നടത്തി, വിസ്താരത്തിന്റെ അടിസ്ഥാനം തെളിവിന്റെ അടിസ്ഥാനത്തിൽ 6 പേരെ കുറ്റക്കാരെ കണ്ട് ശിക്ഷിച്ചു. മനസ്സിലായില്ലേ? അതിന് എന്ത് ചെയ്യണം? ഇവിടെ പറയുന്നത് തൂക്കാൻ പിടിക്കണം. പെണ്ണിനെ ഈ സ്ത്രീകളെ അപമാനിക്കുകയും ഇഷ്ടമില്ലാത്തതല്ല ഞാൻ കടിപ്പിച്ച് വർത്താനം പറഞ്ഞത്. അതായത് ദിലീപ് അതിനകത്തൊന്നും എല്ലാ തെളിവ് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അന്ന് പോലെ പറയാൻ കാരണം ദിലീപിന് അതിനകത്ത് സാധ്യത കുറവാണ്. ഞാൻ ചെയ്യും ഒരു ബലാത്സംഗം ചെയ്യാന്ന് പറഞ്ഞത് ഒരു ശാരീരിക മാനസിക സുഖത്തിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. തെറ്റ് തന്നെ. അവൻ തൂക്കാൻ വിളിച്ചപ്പോൾ ഇരിക്കുന്നതില്ല. പക്ഷെ സത്യസത്യത കാണണ്ടേ? എന്തിനാ ബലാത്സംഗം? ആ സ്ത്രീ സുഖവും ശരീര സുഖവും മാനസിക സുഖമാണ് അവൻ കാണുന്നത്. അങ്ങനെ ബലാത്സംഗം ചെയ്യുന്നതിനെ കുറിച്ച് ബലാത്സംഗം കാശ് കൊടുത്തുവിട്ട് ബലാത്സംഗം ചെയ്ത ആ സുഖം ദിലീപിന് കിട്ടുമോ? ഇല്ലല്ലോ. പിന്നെ ദിലീപ് വൃത്തി കാണിക്കുന്നത് അത് ദിലീപിന് എന്ത് ലാഭം? നമ്മുടെ ലാഭം നഷ്ടം നോക്കണ്ടേ ഇതിനകത്ത് സംഭവിക്കുന്നത്? ഒരു വ്യക്തിയുടെ, ഒരു പെൺകുട്ടിയുടെ മാനാഭിമാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ കുട്ടി മാനാഭിമാനം നഷ്ടപ്പെട്ടപ്പോഴും ഏറ്റവും പ്രമുഖ സാക്ഷിയായിട്ട് പറയുന്ന പി.ടി. തോമസിന്റെ ഭാര്യ, എനിക്ക് അവർ വളരെയേറെ ബഹുമാനവും സ്നേഹമുണ്ട്. അവരുടെ സൗകര്യത്തിലും കരുതുന്ന സ്ത്രീയാണ്. പക്ഷെ അവരും സ്ത്രീത്വത്തിന്റെ പേരിൽ അവർ പറയുന്നത് ശരിയാണോ എന്ന് എനിക്ക് സംശയം. എന്താണെന്ന് ചോദിച്ചാൽ 2 മണി രാത്രി 2 മണിക്ക് എന്തിനാ പി.ടി. തോമസിനെ വിളിച്ചേപ്പിച്ചത്? ഈ സംഭവം നടന്ന ആദ്യ സ്ത്രീ പോകാവുന്ന സ്ഥലമല്ലേ പി.ടി. തോമസ്? ആരാ പി.ടി. തോമസ്? കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു MLA എന്ന് മാത്രമല്ല, ശരിയോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യുന്നതാണ് പി.ടി. തോമസ്. ആരെ ശ്രദ്ധിക്കാതെ, സ്വന്തം അപ്പനാണെപ്പോഴും പുള്ളി എതിർത്ത് പറയും. അത്ര സത്യസന്ധനായ പി.ടി. തോമസ് അടുത്തുണ്ടായിട്ട് 2 മണി വരെ എന്തിനു വേണ്ടി ആ സ്ത്രീ കാത്തുപോകും? 2 മണിക്ക് ആ സ്ത്രീ എന്ന് പറഞ്ഞ ആ വികാരമാണ് പി.ടി. തോമസിന്റെ ഭാര്യയെ നയിക്കുന്നത്. എനിക്കതുകൊണ്ട് അവരോട് പരാതിയില്ല. പക്ഷെ 2 മണിക്ക് എന്തിനു പോയി? നേരത്തെ പോകാൻ പറയായിരുന്നു. അപ്പൊ അതിനകത്തൊരു ദുരൂഹതയില്ലേ? അതായത് മനഃപൂർവ്വം ഇതിന് പുറകിൽ നിന്ന് കെട്ടിച്ചമച്ച് ദിലീപിനെ കൂടെ കൊണ്ടുവരണമെന്ന് ആഗ്രഹത്തോട് ചെയ്തു വെച്ച ഒരു വൃത്തികെട്ട കേസാണ് ഇതെന്ന് 100% ദൈവം സാക്ഷി ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ദിലീപിനെ സപ്പോർട്ട് ചെയ്തത്. ഞാനങ്ങനെ ബലാത്സംഗത്തെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. ഒരു ഉദാഹരണം പറയാം, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ബിഷപ്പ് ഫ്രാങ്കോ അതൊരു കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്തു. 13 പ്രാവശ്യം ബലാത്സംഗം ചെയ്യുന്ന സ്ത്രീയുടെ പരാതി. അപ്പൊ 12 പ്രാവശ്യമായിട്ട് എന്താ പരാതി കൊടുക്കാൻ ഞാൻ ഫ്രാങ്കോയെ സപ്പോർട്ട് ചെയ്തയാളാ. ഫ്രാങ്കോ വെറുതെ വിടുന്ന അഭിപ്രായക്കാരനായിരുന്നു ഞാൻ. ആ കേസിന് വിലയില്ലെന്ന് ഞാൻ പറഞ്ഞു. 12 പ്രാവശ്യം കന്യാസ്ത്രീ സന്തോഷം. 13ാമത്തെ പ്രാവശ്യം എന്താ എത്ര ബലാത്സംഗം ആകുന്നത്? അത് തന്നെയല്ല, 13ാമത്തെ പ്രാവശ്യം ബലാത്സംഗം ചെയ്തെന്ന് പറഞ്ഞ അന്ന് ഒരു ദിവസം ആ രാത്രി നേരം വെളുത്തപ്പം ഫ്രാങ്കോയ്ക്ക് ഭക്ഷണം വെളിയിൽ വിളമ്പി കൊടുക്കുന്ന കന്യാസ്ത്രീയാ. സന്തോഷമായിട്ട് അപ്പവും മുട്ടയും ഇറച്ചിയൊക്കെ വിളമ്പി കൊടുക്കുക. അതെന്നാ ബലാത്സംഗം? അത് കള്ളക്ക സമയം പറഞ്ഞതാ. ഫ്രാങ്കോ തെറ്റ് ചെയ്ത് തെറ്റ് തന്നെ. ഒരു മെത്രാൻ ഇരിക്കുന്ന പെണ്ണിനോട് അങ്ങനെ പെരുമാറാൻ പാടില്ല. എന്റെ അഭിപ്രായം അതാ. പക്ഷേ കോടതിയുടെ മുമ്പിൽ അവളുടെ പരാതിക്ക് വിലയില്ല, ശിക്ഷപ്പെടാൻ അവകാശമില്ലെന്ന് ഞാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട കോടതി റിവ്യൂ വന്നപ്പോ ഞാൻ പറഞ്ഞ ആശയം അതേപടി പ്രതിഫലിക്കുന്നു കണ്ടപ്പോൾ എനിക്ക് വലിയ മനസ്സമാധാനമായി. ഞാൻ സത്യം പറയാൻ കഴിഞ്ഞല്ലോ എന്ന് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞതാണ് ദിലീപിന്റെ കേസ്. ഞാനും ദിലീപായിട്ടിരിക്കുന്നത് ഞാനെ കണ്ടിട്ടുള്ളത് ഒരു പ്രാവശ്യം വെച്ചോ. ഒരു ദിവസം ഞാൻ ഇടുക്കിയിലെങ്ങോട്ട് പോയിച്ച് വരുമ്പോൾ ഞാനിങ്ങനെ ഈളവിടെ സിനിമാവിനായിട്ട് കൂടി വന്നു.
ഞാൻ വെറുതെ 2 മണി വന്ന് വർത്താനം പറഞ്ഞു, ഒരു 2 മിനിറ്റ് ഇത്ര അല്ലെ 3 മിനിറ്റ് വർത്താനം പറഞ്ഞു. ഇതാണ് ആ ദിലീപായിട്ട് എനിക്കൊരു ബന്ധമില്ല, സാക്ഷിയൊരു ബന്ധമില്ല, ഫോണിൽ പോലും ഞാൻ ബന്ധപ്പെടാറില്ല. പക്ഷേ സത്യം പറയണ്ടേ, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ശരിയറിയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണ്ടേ? അതല്ലാതെ എനിക്ക് ഔപചാരികമായി വൃത്തികേട് കാണിച്ച് കേസുണ്ടാക്കുന്നതിന്റെ മര്യാദ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ ഇതിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ദിലീപിന് അനുകൂലമായി നിൽക്കുന്നവരെല്ലാം ദിലീപിന്റെ പണം വാങ്ങിക്കൊണ്ട് നിൽക്കുന്നവരാണ്. ഇപ്പോ PC ജോർജ് പറഞ്ഞത് നേരത്തെ വളരെ ശരിയാണ്. നിങ്ങൾക്ക് ദിലീപിന്റെ പേരിൽ ആക്ഷേപമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പീലിന് പോകാം, ഹൈക്കോടതിയെ സമീപിക്കാം. അവിടെ നിന്ന് നീതി കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും സുപ്രീം കോടതിയെ സമീപിക്കാം. അതിനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ നിയമ സംവിധാനത്തിൽ ഉള്ളപ്പോൾ ഈ ചാനലുകളിലെ സോഷ്യൽ മീഡിയയിലും വന്നിരുന്ന് കോടതിയുടെ ജഡ്ജ്മെന്റ് തെറ്റാണ്, അല്ലെങ്കിൽ കോടതി അത്തരത്തിൽ ഇപ്പൊ സാധാരണക്കാർ അടക്കം പറയുന്നത് കോടതി പണം വാങ്ങിയിട്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തത് എന്നുള്ള തരത്തിലേക്ക് വരെ കോടതിയെയും ജഡ്ജിയെയും സാധാരണക്കാർക്കിടയിൽ മോശക്കാരാക്കാൻ അല്ലെങ്കിൽ മോശപ്പെടുത്താൻ, അപമാനിക്കാനുള്ള ഒരു ശ്രമം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇതൊരു വലിയ ഒരു കലാപത്തിലേക്കല്ലേ കേരളത്തെ കൊണ്ടെത്തിക്കുന്നത്? നീതിന്യായ വ്യവസ്ഥയെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതായത് കലാപവും കുലാപവും ഒന്നുമില്ല, ഇതിന്റെ പേര് കലാപം ഉണ്ടായിരുന്നു. ഇത് പെണ്ണുങ്ങളെ ഇറച്ചി കാണിച്ച് മനുഷ്യരെ മോഹിപ്പിക്കുന്ന ആ നാണം കെട്ട പരിപാടി നിർത്തണം പെണ്ണുങ്ങൾ എന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞു വെച്ചാൽ പഴങ്കരുത് ലക്ഷ്യം കറുപ്പിച്ച് പറയാൻ എനിക്ക് തോന്നുന്നില്ല, എന്നെ മര്യാദ കൊണ്ട് പറയാത്തതാ. ഞാൻ ചോദിച്ചു, ഒരു മഴ പീഡിപ്പിക്കപ്പെട്ടു എന്ന് വർഷങ്ങൾ എത്രയായി? അത് പീഡിപ്പിച്ച ആളുകളെ എല്ലാം ബഹുമാനമായിട്ട് കോടതി ശിക്ഷിച്ചു മാന്യമായി. ഇത് എന്നാ പറയുന്നത്? തൂക്കാൻ നിൽക്കില്ലാത്ത അങ്ങനെ നിയമമുണ്ട്. ഇതന്നെ സൗദി അറേബ്യയോ വല്ലതാണ്? അറേബ്യൻ രാജ്യമൊന്നും ഇല്ല ഇത്. കാല് വെട്ടുക, അവൻ ബലാത്സംഗ യന്ത്രം അത് വെട്ടുക, ഇതൊന്നും ഇന്ത്യയിലില്ല. ഇന്ത്യൻ യൂണിവേഴ്സിറ്റി നിയമ സംവിധാനം. ആ നിയമ സംവിധാനത്തെ ബഹുമാനിക്കാതെ പോകുന്നവർ ഇന്ത്യയിൽ ജീവിക്കാൻ വാശിയില്ലാത്ത നാട് വിട്ട് അറേബ്യൻ രാജ്യത്ത് പോയി ജീവിക്കുന്ന ഇവരൊക്കെ എന്ത് വൃത്തികളായി പറഞ്ഞു? വൃത്തികെട്ട് കണക്ക് വേണ്ടേ? എനിക്ക് ഇവിടെ ചോദിക്കാൻ കഴിയും. ഞാൻ കറക്റ്റായിട്ട് ജീവിക്കുന്നവനാണ്, ഞാൻ നിയമ സംവിധാനത്തെ ബഹുമാനിക്കുന്നവനാണ്. ഇന്ത്യൻ ജുഡീഷ്യയെ പോലെ ഒരു ജുഡീഷ്യൽ ലോകത്തുണ്ടോ? ലോകത്തിൽ മാതൃകയായ ഭരണഘടന ഇന്ത്യയുള്ളത് മനസ്സിലാക്കണം. ആ ഭരണഘടനയെ പോലും അപമാനിക്കുന്ന നാങ്കെട്ട സംസ്കാരമായിട്ട് കുറച്ചിട്ടും വൃത്തികെട്ട തെണ്ടുകൾ ഇറങ്ങിത്തിരിച്ചില്ല. ഇവരെയൊക്കെ ശിക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് എന്റെ അഭിപ്രായം. എനിക്കൊരു മടിയില്ല അത് പറയാൻ. അപമാനം തോന്നുന്നുണ്ടെങ്കിൽ സത്യം പറയാം, അപമാനം. ഇന്ത്യൻ ജനാധിപത്യത്തെ അപമാനിക്കുന്ന ഈ തെണ്ടുകളെ ശിക്ഷിക്കാൻ ഒരു നിയമം ഉണ്ടാക്കാത്ത ബഹുമാനപ്പെട്ട കോടതി കേസെടുക്കാത്ത എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ ബഹുമാനപ്പെട്ട കോടതി സ്വമോട്ടോ കേസെടുക്കണ്ടേ ഈ വൃത്തികെട്ടവർക്കെതിരെ? ആ ബാധിക്കെതിരെയും കേസെടുക്കേണ്ടതാണ്. ആ സ്ത്രീ പറഞ്ഞ പരാമർശം എത്ര മോശം കേസെടുക്കണ്ടേ? കേസെടുക്കണം എന്റെ അഭിപ്രായം. അതാണ് എനിക്ക് സ്ട്രോങ് ആയിട്ട് പറയാനുള്ളത്. വളരെ നന്ദി.